ഹായ്, ഞാൻ കസാക് ബെഞ്ചാലി. നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, സെയിൽ നടക്കില്ല. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ പറയാം. ഒരിക്കലും ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നൊരു സമയത്ത് ഞാൻ അവിടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം കൺസൾട്ടൻ്റ് ആയിരുന്നു. വാസ് നോട്ട് എ സെയിൽസ് പ്രൊഫഷണൽ. പക്ഷേ ഇടയ്ക്കൊക്കെ സെയിൽസ് മീറ്റിങ്ങുകളിൽ ഞാൻ പോകാറുണ്ട്. കാരണം ടെക്നിക്കൽ എക്സ്പേർട്ട് എന്ന രീതിയിൽ ഞാൻ നമ്മുടെ സെയിൽസ് മാനേജറുടെ കൂടെ സെയിൽസ് മീറ്റിങ്ങിന് പോകാറുണ്ട്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അവരെ കൺസേൺസ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും, ക്ലോസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇരിക്കെ എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, ഞാനൊരു കൺസൾട്ടൻ്റായി ജോലി ചെയ്ത ആദ്യ കാലഘട്ടത്തിൽ ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ട് ഞാൻ ഒരു സെയിൽസ് മീറ്റിങ്ങിന് എൻ്റെ സെയിൽസ് മാനേജറുടെ കൂടെ പോയി. ഞാൻ കൺസൾട്ടൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, പുള്ളിക്കാരൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. പുള്ളിയുടെ കൂടെ പോയി. അപ്പം ഈ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്നത് എന്നാണ് ക്ലയൻറ്റിന് അറിയേണ്ടത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൺസൾട്ടൻ്റാണ്. അപ്പം ഞാൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഞങ്ങൾ സെർവ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ സർവീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം വളരെ എഫക്റ്റീവായ രീതിയിൽ തന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഞാൻ ഓരോന്ന് എണ്ണി പറഞ്ഞു കൊടുത്തു. നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, സൂപ്പറാണ്, നല്ല ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ക്ലയൻറ്റ് പറഞ്ഞു, ശരിയാണ്, നല്ല ഐഡിയ ആണ്, നല്ല പരിപാടിയാണ്, പക്ഷേ എനിക്ക് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ടു കോംപ്ലിക്കേറ്റഡ്. ഇതൊരു ഭയങ്കര ഫോർമാലിറ്റി പിടിച്ചൊരു പരിപാടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടേറിയൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ സെയിൽ അവിടെ നടക്കാതെ പോയി. അതിനുശേഷം എന്തുകൊണ്ട് ഈ സെയിൽ നടന്നില്ല എന്നുള്ളത് ഞാനും എൻ്റെ സെയിൽസ് മാനേജറും കൂടെ അനലൈസ് ചെയ്തു. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷേ പിന്നീട് ഞാൻ വളരെ എഫക്റ്റീവായിട്ട് സെയിൽസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ കേസ് സ്റ്റഡി ഞാൻ വീണ്ടും എൻ്റെ സെയിൽസ് സ്റ്റഡിയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് അന്ന് സെയിൽസ് നടക്കാതെ പോയത്? വളരെ സിമ്പിളാണ്. ആ സെയിൽസിനകത്ത് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്യേണ്ടത്, ക്ലോസ് സെയിൽസ് ടുഡേ, എഡ്യൂക്കേറ്റ് ടുമോറോ. ഞാൻ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. എഡ്യൂക്കേറ്റ് ചെയ്യുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. എഡ്യൂക്കേറ്റ് ചെയ്യുക, ടെക്നിക്കാലിറ്റിയിലേക്ക് പോവുക, അയാൾക്ക് അറിയാത്ത. ഞാൻ അവിടെ ചെയ്തത് കുറേ ടെക്നിക്കൽ ടെർമിനോളജീസും നമ്മുടെ കൺസൾട്ടൻസിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസൾട്ടിങ് പ്രോസസ്സിൻ്റെയും പ്രൊസീജിയറിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും, ഓഡിറ്റും അതും ഇതുമൊക്കെ ആയിട്ട് പറഞ്ഞ് അയാൾ കേട്ട് പരിചയമില്ലാത്ത കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഞാനങ്ങ് കാച്ചി, എൻ്റെ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കേൾക്കാത്ത കുറേ സംഭവങ്ങൾ, ഇതെല്ലാം കൂടെ ആകെ ഭ്രാന്ത് പിടിക്കുന്നു അയാൾ വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, മാറ്റിവെച്ചു. അപ്പോൾ ഡു നോട്ട് എഡ്യൂക്കേറ്റ് ബിഫോർ യു ക്ലോസിങ്, ക്ലോസ് നൗ. ഞാൻ അവിടെ വളരെ സിമ്പിളായിട്ട് അതിനെ പറഞ്ഞു കൊടുത്തിട്ട് ക്ലോസിങ്ങിനാണ് ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെയാണ് അയാളെ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടിയിരുന്നത്. സോ ക്ലോസ് നൗ, എഡ്യൂക്കേറ്റ് ലേറ്റർ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെയ്ത രണ്ടാമത്തെ ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു തരും നിങ്ങൾക്ക്, ഞങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇതായിരുന്നില്ല ഞാൻ പറയേണ്ടിയിരുന്നത്. മറിച്ച് എന്താണ്, ഞങ്ങളുടെ സർവീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിനകത്ത് ഉണ്ടാകാൻ പോകുന്ന വാല്യൂ പ്രൊപ്പോർഷനാണ്. അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന വാല്യൂ പ്രൊപ്പോർഷൻ, ടൈം വാല്യൂ, ഫൈനാൻഷ്യൽ വാല്യൂ, അയാളുടെ ഫ്രീഡം വാല്യൂ. കാരണം ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ഫുൾ ടൈം ഇൻവോൾവ്മെൻറ്റിൽ നിന്ന് അയാൾ പുറത്ത് കടന്നിട്ട് അയാൾ രക്ഷപ്പെടുകയാണ്. അയാൾക്ക് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടും, ഒരുപാട് സമയം അയാളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു രക്ഷപ്പെടാനുള്ളൊരു ടൈം വാല്യൂ അടക്കമുള്ളത് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നിങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബെനിഫിറ്റ് ഇതാണ്, സെക്കൻഡ് ബെനിഫിറ്റ് ഇതാണ്, തേർഡ് ബെനിഫിറ്റ് ഇതാണ്, ഇതിങ്ങനെയാണ് കിട്ടുന്നത്. ഞാൻ അതിൻ്റെ ബെനിഫിറ്റുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സും ഇതിൻ്റെ പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സും അറിയണമെന്നല്ല. അയാൾക്ക് വേണ്ടത് ഇത് എന്ത് മാറ്റമാണ് എന്ത് സ്ഥാപനത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. എങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത രണ്ട് അബദ്ധങ്ങൾ ഇതാണ്. ഒന്ന്, അയാളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. രണ്ടാമത്തത്, അയാൾക്ക് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്ന വാല്യൂ പ്രൊപ്പോർഷൻ ഞാൻ കൃത്യമായിട്ട് മെഷർ ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ നിങ്ങളൊരു സെയിൽസ് പേഴ്സണോ ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ, ഒരു സെയിൽസ് മീറ്റിങ്ങിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ അയാളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സെയിൽ ക്ലോസ് ചെയ്യും. സെയിൽ ക്ലോസ് ചെയ്യും, അത് വളരെ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യും. രണ്ടാമത്തത്, ഇതിലൂടെ എന്ത് വാല്യൂ അഡീഷനാണ് അയാളെ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അത് ബോധ്യപ്പെടുത്തുക. അതിനപ്പുറത്തേക്ക് പ്രോസസ് ആൻഡ് പ്രൊസീജിയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലിയർ ആയില്ലേ? സോ ഈ ഒരു കാര്യം നിങ്ങൾ സെയിൽസ് മീറ്റിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ഇൻക്രീസ് യുവർ സെയിൽസ്, ബിക്കോസ് ഐ എം ടോക്കിംഗ് ഫ്രം മൈ ഓൺ സെയിൽസ് എക്സ്പീരിയൻസ്. താങ്ക് യു. ഞാൻ കസാക് ബെഞ്ചാലി. ഒരിക്കൽ കൂടി നിങ്ങൾക്കൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട, സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞങ്ങളുടെ ബിസിനസ് ബൂം എന്ന് പറയുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ഓൺട്രപ്രണോറിയൽ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം.
ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓൺടർപ്രണറിയൽ പ്രോഗ്രാമാണ് ബിസിനസ് ബൂം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യണം, സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കോഴ്സുകളുണ്ട്. ഓൾറെഡി ഈ വീഡിയോയിൽ അതെല്ലാം സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൗൺസിലേഴ്സിനെ വിളിക്കുക, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഏതാണെന്ന് പറയുക. ഞങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡെയിലി മോട്ടിവേഷൻ, ചെറിയ മോട്ടിവേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. സോ ഡു നോട്ട് ഫോർഗെറ്റ് ടു ഫോളോസ്. കസാക് ബെഞ്ചാലി എന്ന് പറയുന്ന നിങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. സെർച്ച് ചെയ്യേണ്ടതും കസാക് ബെഞ്ചാലി എന്ന് തന്നെയാണ്. താങ്ക് യു.